മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 22ാമത്തെ ദിവസം. എന്താണ് മാജിക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ 22ാമത്തെ ദിവസം? എന്താണ് 22ാമത്തെ ദിവസം റോണ്ടാബൺ നമ്മളോട് പറയുന്നത്? ആ ചലഞ്ച് എന്താണ്? ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ചലഞ്ച് എന്താ നോക്കണ്ടേ? ഓക്കെ, ബിഫോർ യുവർ വെരി ഐസ് എന്നുള്ളതാണ്. കൺമുന്നിൽ നമുക്ക് എങ്ങനെയാണ് മാജിക്കലി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത് എങ്ങനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേർക്കുനേർ കാണുന്നത് ഏത് രീതിയിലാണ്, എങ്ങനെയാണ്, അങ്ങനെയൊക്കെ സംഭവിക്കോ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഇത്തരത്തിൽ മാജിക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാ ശാസ്ത്രത്തിനും അപ്പുറം ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ലോകം ഒരു അത്ഭുതം തന്നെയാണ്, ഒരു അത്ഭുതമാണ്. കാരണം എന്താ വെച്ചാല് നമുക്ക് ഏതൊരു കാര്യത്തിലും ഈ ഈ ഭൂമിയിൽ നടക്കുന്നതൊക്കെ മിറാക്കിൾസ് തന്നെയാണ്. പല കാര്യങ്ങളും ഭയങ്കര മിറാക്കിൾസ് ആണ്. ഓരോരുത്തരുടെയും ചിന്തകളിൽ നിന്നും വരുന്ന മിറാക്കിൾസ് ആണ് പലതും ഈ ലോകത്ത് നമ്മൾ നേർക്കുനേർ കാണുന്നത് തന്നെ. അപ്പൊ റോണ്ടാബൺ ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മളോട് എങ്ങനെയാ പറഞ്ഞതെന്ന് റോണ്ടാബണിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. റോണ്ടാബൺ ഒരു 10 ആഗ്രഹങ്ങൾ എഴുതി വെച്ചു. 10 ആഗ്രഹങ്ങൾ എഴുതി നമ്മളെ പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ച് ആ പേഴ്സിൽ അതും കൊണ്ട് നടക്കുമായിരുന്നു. 10 ആഗ്രഹങ്ങൾ. നമ്മളും ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളും അതുപോലെ 10 ആഗ്രഹങ്ങൾ നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ റോണ്ടാബൺ എല്ലാ ദിവസവും ഈ ഒരു ആഗ്രഹങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമായിരുന്നു. അങ്ങനെ എടുത്ത ആഗ്രഹങ്ങൾ വായിച്ചു നോക്കി അത് നടന്നതായിട്ട് റിയലൈസ് ചെയ്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയായിരുന്നു. അങ്ങനെ ഒരു ദിവസം റോണ്ടാബണിന്റെ ഇതുപോലെ തന്നെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കുന്ന ഒരു വിമാനയാത്രയെ കുറിച്ചൊക്കെ ഈ റോണ്ടാബൺ ഈ പ്രാക്ടീസിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അവസാനത്തെ ആഗ്രഹവും ആ ഒരു യാത്രയിൽ കൂടെ തന്നെ എന്താണ് ഒരു ഓർക്കാപ്പുറത്ത് സംഭവിച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെ പ്രതീക്ഷിക്കാതെ ഒരു ഇൻസിഡന്റിലൂടെ കടന്നു പോയപ്പോൾ അപ്പോഴാണ് ഓർക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വരിക എന്നുള്ളത്. ആ ഒരു വിമാനയാത്രയിൽ പെട്ടെന്ന് ഒരു സ്ഥലത്ത് അത് നിർത്തിയിടുകയും അങ്ങനെ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് ഓ, ഇത് ഞാൻ ലിസ്റ്റിൽ എഴുതിയ ഒരു സ്ഥലം, വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നല്ലോ എന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണോ തേടുന്നത് നമ്മളെ അത് തേടിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തിനെ കുറിച്ചാണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ആഗ്രഹങ്ങൾ ഇമോഷനും ഇമേജും ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് അത് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. നമ്മൾ ചില ആളുകൾക്ക് പണത്തിനെ കുറിച്ചായിരിക്കും ഭയങ്കര ചലഞ്ച് ആയിരിക്കും, പണം ഇല്ലല്ലോ എന്നുള്ള. അപ്പൊ പണം എന്താണ് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മളെ കയ്യിലേക്ക് വരുന്നതും കൂടുതൽ പണം നമ്മളിലേക്ക് വരുന്നതും ഇപ്പൊ നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുക്കാനുള്ള ആ നിമിഷം അത് നമ്മളിൽ സംഭവിച്ചത് താങ്ക് യു നല്ലതിന് തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മൾ പറഞ്ഞ ആ മാഗ്നിഫിഷ്യന്റ് ഔട്ട്കമിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ആ ഒരു നമ്മൾക്ക് ബസ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ട്രെയിൻ കിട്ടി മിസ്സായി പോയാൽ നമ്മൾ എന്ത് പറയണം? താങ്ക് യു. കാരണം എന്താന്ന് വെച്ചാൽ എന്തോ നല്ലതിനാണത്. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് എന്നുള്ളതാണ്. എന്താണോ സംഭവം അത് എന്തോ ഒരു നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽക്ക് നല്ലത് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും അതാണെങ്കിൽ അത് ഇപ്പൊ ഉള്ളതിന് നിങ്ങൾക്ക് കുറെ അധികം ലഭിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് കൊടുത്ത് താങ്ക് യു പറയാം. നിങ്ങൾക്ക് കൂടുതലധികം പണം പല വഴികളിലൂടെ പല സ്രോതസ്സുകളിലൂടെ നിങ്ങളിലേക്ക് ധാരാളം പണം വരുന്നതും അത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതും ഓർത്തിട്ട് താങ്ക് യു പറയാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ആണ്. കാരണം ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഉറച്ചു നിന്ന് ഇങ്ങനെ പറയാൻ പറ്റും നിങ്ങളിലേക്ക് അത് വരും എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളത്. നമുക്ക് ഇത്ര എമൗണ്ട് എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടുന്നതും അത് എൻ്റെ അക്കൗണ്ടിൽ കയറുന്നതും അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയതിന് മനസ്സറിഞ്ഞ് താങ്ക് യു പറഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നു. എനിക്ക് പല തവണ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര ഉറപ്പോടു കൂടി ഞാൻ അത് പറയുന്നത്. പണം കിട്ടാതെ ഞാൻ ലോക്കായി നിന്ന സമയത്ത് കൊടുക്കേണ്ട നിമിഷം കഴിഞ്ഞ് വാക്ക് പറഞ്ഞാണല്ലോ തരുമെന്നുള്ളത്. കൊടുക്കാൻ ലോക്കായി നിന്ന സമയത്ത് എനിക്ക് പണം കിട്ടി, ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഇഷ്യൂസ് ഒക്കെ ഞാൻ തീർത്ത ഒരു നിമിഷം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്.
പല നിമിഷങ്ങൾ കേട്ടോ, ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യങ്ങൾ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ ഒരു എന്താണ്, നമ്മൾ പ്രപഞ്ച ശക്തിയിൽ, നമ്മൾ ആ ദൈവത്തിന്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ച് പോകുന്ന ആ നിമിഷമുണ്ട്. നമ്മളെ അതിലൊന്നും വീഴ്ത്താതെ ആ നിമിഷം നമുക്കത് നേടിയെടുത്തുന്ന എങ്ങനെയാണോ, ആരിൽ നിന്നാണോ എന്നറിയാതെ നമ്മളിലേക്ക് അത് വരുന്ന പല നിമിഷങ്ങളും നമ്മളെ മുന്നിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് യാഥാർത്ഥ്യം. നമ്മളെ കൺമുന്നിൽ നമ്മളത് യാഥാർത്ഥ്യം നമ്മൾ ആ സാക്ഷാത്കരിക്കുന്നത് നമ്മളിങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അതുപോലെ തന്നെ റോണ്ടാബേൺ പറയുന്നത്, റോണ്ടാബേണിന്റെ ആ ഒരു ആഗ്രഹങ്ങൾ, റോണ്ടാബേൺ എഴുതി വെച്ച ഓരോ ആഗ്രഹങ്ങളും അതുപോലെ കൃത്യമായിട്ട് നടന്നു എന്നുള്ളതാണ്. പല എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ വെച്ച്, ആകർഷണ നിയമം വെച്ച് പല ആളുകളും പല ആഗ്രഹങ്ങളും നേടിയെടുക്കുന്നുണ്ട്. ആ ലോ ഓഫ് അട്രാക്ഷന്റെ ബേസ് ആയിട്ടുള്ള കാര്യം, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നന്ദി ഉണ്ടായിരുന്നു. അത് ലഭിക്കൂല എന്നുള്ള ഒരു തുള്ളി സംശയം പോലും ഓൽക്കില്ലായിരുന്നു. ഒരു തുള്ളി സംശയമോ വിഷമോ ഫിയറോ പെയിനോ ഒന്നും ഉള്ളിലില്ലാതെ അതിനൊക്കെ കട്ട് ചെയ്ത് അത് ലഭിക്കുമെന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോടുകൂടി അതിനെ വെൽക്കം ചെയ്തതായിരുന്നു ഓരോ പ്രാക്ടീസിലും അവർക്ക് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ, നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഭയങ്കരമായിട്ട് അത് പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നമുക്ക് ആ ഇമോഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ആ ഒരു ഫിയറോ അല്ലെങ്കിൽ ഒരു സങ്കടമോ നിരാശയോ ഒക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ ഹീൽ ചെയ്യണം. അതിനെ ഹീൽ ചെയ്യുമ്പേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടക്കുക എന്നൊക്കെ പറയല്ലേ, അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഈസി ആവണമെങ്കിൽ നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഫോർഗിവ്നെസ്സോ അല്ലെങ്കിൽ അതിനെ ലെറ്റ് ഇറ്റ് ഗോ അടിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ എടുത്തിട്ട് അത് ചെയ്യുകയും കൂടെ ചെയ്യണം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ഏറ്റവും വലിയൊരു ഫോർഗിവ്നെസ് ആണ്. ആ നിങ്ങളോട് ആര് എന്ത് ചെയ്തതാണോ അല്ലെങ്കിൽ നിങ്ങളോട് ആര് എന്താ പറഞ്ഞതാണോ ആ വ്യക്തികളോട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദിയോടുകൂടി ആ വ്യക്തി നിങ്ങൾക്ക് നേരത്തെ ചെയ്തു തന്നതിന് നന്ദി, ആ നിമിഷം നിങ്ങളെ വേദനിപ്പിച്ചതിന് നന്ദി. കാരണം അങ്ങനെ വേദനിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു തിങ്കിങ്ങിലൂടെ, ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റിയത്. ഈ ഒരു മാജിക്കൽ റിസൾട്ട് എന്നിലേക്ക് അനുഭവിക്കാൻ വില്ലിങ് ആക്കിയതിന് താങ്ക് യു എന്ന് പറഞ്ഞ് അവർക്ക് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ഹീലിംഗ്. ഏറ്റവും ബെസ്റ്റ് ഹീലിംഗ് പ്രാക്ടീസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, റോണ്ടാബേണിന്റെ ഒരു കഥ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ബുക്കിലൂടെ. റോണ്ടാബേൺ ഭയങ്കരമായിട്ട് കടത്തിൽ കയറി കമ്പനി പൂട്ടാൻ വെച്ചു. എല്ലാ എല്ലാ കാര്യങ്ങളും എന്താണ് നഷ്ടപ്പെട്ട് എന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. എല്ലാം അടിച്ചു പൂട്ടണം, എല്ലാം നഷ്ടപ്പെട്ട് എന്ന് വിചാരിച്ച ആ നിമിഷത്തിൽ റോണ്ടാബേൺ ചെയ്തത് 10 ആഗ്രഹങ്ങൾ എഴുതുകയും ചെയ്തു. പിന്നെ അതിൽ ഇത്ര 100 ആളുകൾക്ക് ജോലി കൊടുക്കണം, അങ്ങനെ ഓരോന്നും പൂർത്തീകരിച്ച് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് എന്താണ് ലോകത്തിന്റെ നെറുകയിൽ എത്താന്നൊക്കെ പറയില്ലേ, നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാണ്ട്, നമ്മൾ അങ്ങേയറ്റം ഹൃദയം തൊട്ട് നന്ദി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താണ്ട്, നമ്മൾ വിചാരിക്കാതെ നമ്മൾ എഴുതി വെച്ച ഒരു ആഗ്രഹം നമുക്ക് സാഫല്യമാവുമ്പോൾ, നിങ്ങൾ ഹൃദയ മാന്ത്രികത ഇവിടെ, ഹാർട്ട് മാജിക് ഇവിടെയാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഹൃദയം തൊട്ട് കണ്ണ് നിറച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയലുണ്ട്. അതിന്റെ പവർ മനസ്സിലാക്കണമെങ്കിൽ, അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് നടക്കണം. ഇപ്പൊ എഴുതിക്കോ, ഇതുവരെ എഴുതാത്ത ആളാണെങ്കിൽ ഇപ്പം എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ നേടിയെടുക്കേണ്ട 10 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് എന്നും നിങ്ങൾ ഇത് നിങ്ങളെ പേഴ്സിലോ നിങ്ങളെ കയ്യിലോ കൊണ്ടടക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഓരോ ആഗ്രഹങ്ങളും എടുത്ത് വായിക്കുക. ഓരോ ആഗ്രഹങ്ങളും എടുത്ത് വായിച്ചിട്ട് അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു, എത്ര ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുമോ അത്രയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഒരു ദിവസം 1 പ്രാവശ്യം 2 പ്രാവശ്യമല്ല, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്രീ ആവുന്നോ അപ്പോഴൊക്കെ ഓരോന്നും എടുത്ത് ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഇത് വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയാം. ആ ഹൃദയം തൊട്ട് നന്ദി പറയാം. ഇത് നിങ്ങളെ ലൈഫിൽ നടക്കും എന്നുള്ളത് ഞാൻ 100% നടക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ വന്ന് കമന്റ് ചെയ്യും നടക്കും എന്നുള്ളത്. കാരണം നടന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസത്തോടു കൂടി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളെ ലൈഫിൽ നമ്മൾ എന്താഗ്രഹിച്ചോ, നമ്മൾ ഏത് പ്രയാസത്തിലാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും അതിന് ബിഹൈൻഡ് ഒരു റീസൺ ഉണ്ട്. നമ്മളെ കൂടുതൽ പവർഫുൾ ആക്കാനും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും, കൂടുതൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്നതിൽ അപ്പുറത്തേക്ക് നമ്മൾ എത്തിച്ചേരും. അതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ മാത്രം ചിന്തിച്ച് ഫോക്കസ് ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലെത്തുന്ന ഞാൻ അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിൽ കൊണ്ടുതരും. പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ അതിനുള്ള എല്ലാ
ഓപ്പർച്യൂണിറ്റി, ആ ഡോർ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തു തരും. നിങ്ങൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരുന്ന ഫീലിംഗ് നമുക്ക് വരും. ഈ ഓരോ പ്രാക്ടീസ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് ഏത് ഉപയോഗിച്ചിട്ടാണോ റിസൾട്ട് കിട്ടുന്നത് അത് വീണ്ടും 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 ഉപയോഗിച്ച് ജീവിതം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ലഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മളെ ജീവിതത്തിൽ മാജിക്, നിങ്ങളെല്ലാവരുടെ ജീവിതത്തിലും മാജിക് സംഭവിക്കട്ടെ എന്നാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു, 10 ഗ്രാറ്റിറ്റ്യൂഡ് ഓരോന്നും എഴുതി അത് വായിച്ച് താങ്ക് യു പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള 10 ആഗ്രഹങ്ങൾ എഴുതി, ഇപ്പം തന്നെ എഴുതിക്കോളൂ. 10 ആഗ്രഹങ്ങളെ ലിസ്റ്റ് എഴുതി, ഓരോ ആഗ്രഹത്തിന് നേരെ ഓരോ ആഗ്രഹവും എഴുതി വായിച്ചിട്ട് ഒരു മിനിറ്റ് നേരം നെഞ്ചിൽ കൈവച്ച് അതിന് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുമോ അത്രത്തോളം അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു എന്ന് മനസ്സറിഞ്ഞ് നിങ്ങൾ പറയാം. രണ്ടാമത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹങ്ങളെ കൂടെ കൊണ്ടെടുക്കുക. ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇത് നിങ്ങളെ പേഴ്സണലായിട്ട് വെച്ചോ. നിങ്ങൾ എവിടെയാണ് ബാഗിൽ എവിടെയാണോ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെ സൂക്ഷിച്ച് വെച്ച് എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതെടുത്ത് വായിച്ചിട്ട് താങ്ക് യു പറയാം. രാത്രി കിടക്കുന്ന നേരത്ത് മാജിക് സ്റ്റോൺ എടുക്കുക, 10 അന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തിട്ട് താങ്ക് യു പറയാം. നമ്മുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ലഭിക്കണമെങ്കിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ക്ലബിൽ വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ക്ലബിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല റിസൾട്ട് കൊണ്ടുവരാനും പറ്റും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.